Greetings to all in the name of our Lord and Savior Jesus Christ. എല്ലാവർക്കും സ്നേഹവന്ദനം. I thank God for this privilege to stand before you and share from His holy word. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. I would like to use this opportunity to thank the church for the kind support you are giving for the work which we are doing at Narsinghpur. നരസിംഹപൂരിൽ ദൈവനാമത്തിൽ ഞാൻ ചെയ്യുന്ന വേലകൾക്ക് സഭയായിട്ട് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. We thank God for you and the way you are helping us. നിങ്ങൾക്കും എനിക്ക് നൽകുന്ന ആ സഹായത്തിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. I would like to start this sermon with a quotation from J. Sidlow Baxter. ജെ സിംഗിൾ പാക്സ്റ്റർ എന്ന മനുഷ്യൻ്റെ ആ പറഞ്ഞ വാചകത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനോട് കൂടി ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. He has said like this: one of the first things that happens when a man is really filled with the Spirit is not that he speaks with tongues, but that he learns to hold the one tongue he already has. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത് വഴി ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നല്ല, ദൈവം അരുളി ചെയ്ത ആ വചനം അതുപോലെ താൻ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനുള്ള ഏക അവയവം താൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു, ശരിയായ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. In the Bible, we have many instructions concerning how to hold this one tongue properly. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ നാവ് എങ്ങനെ ശരിയാവണ്ണം പ്രയോഗിക്കണമെന്ന വിശുദ്ധ വേദപുസ്തകം നമുക്ക് ശരിയായ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. Both in the Old Testament and the New, we come across many counsel concerning what this tongue is and how we need to use it. നമ്മുടെ നാവ് എന്താണ് എന്നും അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക ഉപദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. And today I want to bring your attention to one such portion and would like to leave with you principles that should govern our usage of our tongue. നമ്മുടെ നാവിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നാവ് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. Let us turn in our Bibles to the scripture portion for this morning. Ephesians chapter 4 verses 29 and 30. എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. That's it, 30. 29 and 30. Let no corrupt communication proceed out of your mouth, but that which is good to the use of edifying, that it may minister grace unto the hearers. And grieve not the Holy Spirit of God, whereby ye are sealed unto the day of redemption. Christian life doesn't work on an autopilot mode always. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വതവേ ഒരു പൈലറ്റിൻ്റെ അല്ലെങ്കിൽ സ്വയമായിട്ട് വിമാനം പറത്തുന്ന ഒരു രീതിയിലല്ല അല്ല. We are called upon to actively participate in living out a Christian life. നാം യഥാർത്ഥമായിട്ടും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. Actively participate. ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് അതിൽ പങ്കുചേരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. To make use of the resources that God has provided us to live a victorious life. ദൈവം നമുക്ക് വിജയകരമായ ജീവിതം നയിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന അതിൻ്റെ സമ്പത്തുകൾ ഉപയോഗിച്ച് നമുക്കതിനെ ജീവിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. And in this scripture portion that we read, Paul is giving us such admonitions concerning how to live our life, what contributions to make concerning our daily Christian lives. അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ നൽകപ്പെടുവാനായിട്ട് കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നൽകുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. After giving a general call in verses 22 to 24 concerning putting off the old man and putting on the new man, in this portion Paul is
dealing with certain specific areas of our daily lives. നാം ഈ വായിച്ച അധ്യായത്തിൻ്റെ തന്നെ 22 മുതൽ 24 വരെ വാക്യങ്ങളിൽ പുതുമനുഷ്യനെയും പഴയ മനുഷ്യനെയും കുറിച്ചുള്ള ചില ഉപദേശങ്ങൾ നൽകിയ ശേഷം നാം ഈ വായിച്ചു കേട്ട വേദഭാഗത്ത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുകയാണ്. So he's talking about specific areas, and here he's talking about our speech. പ്രത്യേക മേഖലകളെ താൻ പരാമർശിക്കുമ്പോൾ ഇവിടെ നമ്മുടെ വാക്കുകളെ ആണ് അപ്പോസ്തലൻ So പരാമർശിക്കുന്നത്. one such area wherein we need to put off the old man and put on the new man is in the area of speech. വർത്തമാനത്തിൻ്റെ കാര്യത്തിൽ നാം പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോസ്തലൻ വരച്ചു കാട്ടുന്നു. Before looking into this admonition, one thing worth a mention is that though we are called upon to put off the old and put on the new, this doesn't mean that just anyone could do it. നാം ഈ വേദഭാഗം ഇങ്ങനെ നമുക്കൊരു ഉപദേശം നൽകുമ്പോൾ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ അത് നമുക്ക് സ്വയമായിട്ട് ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Just anyone could not do it. നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. Only a person who has the Spirit of God resident within him will be able to do that. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാത്രമേ ആ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. Because just as the faith which has saved us did not originate from within us but came from God to us, the same way the enablement to live a holy Christian life does not originate from within us but comes from God to us. നമ്മെ രക്ഷിച്ച വിശ്വാസം എന്ന് പറയുന്നത് നമ്മിൽ തന്നെ ഉത്ഭവമായതല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാവിൻ്റെ ഈ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള കാര്യവും നമുക്ക് സ്വയമായിട്ട് വളർത്തിയെടുക്കുവാൻ കഴിയുന്നതല്ല, പ്രത്യുത സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകേണ്ടതാണ്. So what it implies is that ഇതിൽ എന്ത് അന്തർലീനമായി കിടക്കുന്നു എന്ന് ചോദിച്ചാൽ the credit for an overcoming Christian life goes to God and God alone. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ മഹത്വം സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന കാര്യമാണ്. Because it is because of his enablement we are living a holy Christian life. ദൈവം നമുക്ക് കൃപ നൽകുന്നത് കൊണ്ട് മാത്രമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നത്. So once we live a holy Christian life, or as we are living a holy Christian life, what should be our attitude like? നാം ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴോ അല്ലെങ്കിൽ നയിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴോ നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Luke 17:10, the Lord says, so likewise ye, when ye shall have done all those things which are commanded you, say, we are unprofitable servants, we have done that which was our duty to do. Luke 17:10. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, So when we have lived a holy Christian life, or as we are living a holy Christian life, we haven't done anything special, we have just performed our duty. നാം വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നാം ഏതെങ്കിലും പ്രത്യേക കാര്യം ചെയ്തു എന്നല്ല, പ്രത്യുത ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. So humility needs to be maintained. നമ്മ എളിമ അല്ലെങ്കിൽ ലാളിത്യം നാം നിലനിർത്തേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. Second implication is that none of us being genuinely born again have any excuse to continue with the traits of the old man. പഴയ മനുഷ്യന്റെ ആ സ്വഭാവ രീതി നമ്മിൽ നിലനിർത്തുവാനായിട്ട് വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അനുവാദമോ അവകാശമോ ഇല്ല എന്ന വേദപുസ്തകം We have പറയുന്നു. no excuse to give. നമുക്ക് അതിനായിട്ട് ഒരു പോംവഴികളും ഇല്ല. If God has enabled us, we have to live a holy, victorious life. ദൈവം നമ്മെ ആ രീതിയിൽ അനുവദിച്ചു കഴിയുമ്പോൾ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാതിരിക്കുവാനായിട്ടും കഴിയുന്നതല്ല. The often heard sentence, I have been always like this and I can't change myself, holds no virtue. ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത്, എനിക്കിത് മാറ്റുവാൻ കഴിയുകയില്ല എന്ന് ഒരു മനുഷ്യനും പറയുവാനായിട്ട് കഴിയുന്ന അനുവാദമില്ല. If God has enabled us, anybody could change. ദൈവം അനുവദിച്ചാൽ എല്ലാവരും അല്ലെങ്കിൽ ഓരോരുത്തരും തന്നെ വ്യത്യാസപ്പെടുത്തേണ്ടിയിരിക്കുന്നു, നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ. With this background, now let us look at this particular admonition in detail. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. Firstly, he talks about what we need to put off. നാം എന്ത് ഉപേക്ഷിച്ച് കളയണം എന്ന് അപ്പോസ്തലൻ ഇവിടെ ആദ്യമായിട്ട് പറയുന്നു. Verse 29, the part A, he says, let no corrupt communication proceed out of your mouth. അപ്പോസ്തലൻ ഇവിടെ 29-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുന്നത്, നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന് പറയുന്നു. Corrupt here stands for something that is devoid of moral beauty.
നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ മലിനപ്പെടുത്തുന്ന moral beauty. നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് നമുക്ക് നിറവേറ്റുവാനുള്ളത്. Morally unsound talk, that's a corrupt talk. മലിനമായ വർത്തമാനം എന്ന് പറയുന്നത് ധാർമ്മികമായി അധപ്പതിച്ച വാക്കുകളാണ്. So what is it like? Abusive talk, obscene talk, foul talk, depraved talk, etc. നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ ആകാത്തതും അരുതാത്തതും മലിനമായതുമായ വാക്കുകൾ ഒന്നും പറയുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. The old man that we inherited from Adam was characterized by a corrupt heart. പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ആദാമിൽ നിന്ന് പിന്തുടർച്ചാവകാശമായി നമുക്ക് ലഭിച്ച മനുഷ്യത്വം മലിനമാക്കപ്പെട്ട മനുഷ്യത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. And one of the most prominent outlet of that internal corruption was the words proceeding out of our mouth. ആന്തരികമായ നമ്മുടെ മലിനതയുടെ ഏറ്റവും ഉദാഹരണമായ ബഹിസ്ഫുടമാണ് നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. However, since now in Christ Jesus we have a new identity, we have been given a new heart. നമുക്ക് ക്രിസ്തുയേശുവിൽ ഒരു പുതിയ ഹൃദയം നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ മനുഷ്യത്വം നൽകപ്പെട്ടിരിക്കുന്നു. So therefore Paul is giving us an admonition that we need to get rid of this old garment of corrupt communication. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഉപദേശം നൽകുന്നത്. നാം പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പഴയ മനുഷ്യന്റെ ആ വസ്ത്രം കളഞ്ഞ് നാം പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന്. The old garment of corrupt communication. മലിനമാക്കപ്പെട്ട നമ്മുടെ പഴയ വർത്തമാനം അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ആ വർത്തമാനം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. I sincerely hope that none of us sitting here will have any problem following this command at this level. ഈ രീതിയിൽ ഈ കൽപ്പന പ്രമാണിക്കുന്നതിൽ ഇവിടെ ആയിരിക്കുന്ന ആർക്കും ഒരു തടസ്സമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. I sincerely hope that none of us have any trace of obscenities or depravities or abuses in the words proceeding out of our mouth. ഇവിടെ ഇരിക്കുന്ന ആരും ആ രീതിയിൽ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളിൽ മലിനത നിറഞ്ഞവരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. None of us should have any issues following this command at this level. Even the so-called moralist of our world tries to follow this to a certain extent. ഈ രീതിയിൽ മലിനമാക്കപ്പെട്ട വാക്കുകളാൽ നിറയപ്പെട്ട ഈ ലോകത്തിന്റെ സ്വാധീനം നമ്മളിൽ ആരും തന്നെ ഉണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. Even the moralist, the moral man of this world tries to follow this guideline to some extent. ഈ ലോകത്തിൽ ധാർമ്മികമായിട്ട് ഉയർന്ന നിലവാരം ധരിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ പോലും ഈ രീതിയിൽ ഈ വാക്കുകളെ പിന്തുടരുന്നതിൽ മടി കാണിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. So how much more we as the blood-bought saints ought to do it. അതുകൊണ്ട് വീണ്ടും ജനിച്ചവരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇത് എത്ര അധികമായിട്ട് പിന്തുടരേണ്ടിയിരിക്കുന്നു. However, this admonition is not just limited to this level. എന്നാൽ ഈ ഉപദേശം നമുക്ക് ഈ നിലവാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. The scope of the word translated as corrupt also includes other shades of meaning. മലിനമാക്കപ്പെട്ട എന്ന് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന ആകാത്തത് എന്നിവിടെ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വാക്കിന് ഇതിനേക്കാൾ വിപുലമായ അർത്ഥങ്ങളുണ്ട്. The Greek word sapros that has been translated as corrupt in KJV is used of things unusable, unfit, bad, worthless. ഉപയോഗിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ മൂല്യമില്ലാത്തത് എന്നെല്ലാം അർത്ഥമാക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഈ ആകാത്തത് എന്നതിന് പകരമായിട്ട് എന്ന വാക്കിന് പ്രയോഗിച്ചിരിക്കുന്നത്. So Paul's exhortation for us is that we free ourselves not only from every corrupt communication but from every communication that is unworthy, unfit, worthless, bad for a child of God to make. മലിനമാക്കപ്പെട്ട ആ വാക്കുകൾ പ്രയോഗിക്കരുത് എന്ന് മാത്രമല്ല അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ആത്മീയ വർധനയ്ക്ക് ഉതകാത്തതായിരിക്കുന്ന ഒരു വാക്കും പ്രയോഗിക്കുവാനായിട്ട് അപ്പോസ്തലൻ നമ്മെ അനുവദിക്കുന്നില്ല. So no unworthy, worthless, unfit, bad talk should emanate out of our mouth. നമ്മുടെ വായിൽ നിന്ന് ആകാത്തതോ അരുതാത്തതോ അതുപോലെ ചീത്തയായതോ ആയ ഒരു വാക്ക് പോലും പുറപ്പെടുവാനായിട്ട് അനുവദിക്കരുത് എന്ന് അപ്പോസ്തലൻ ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. Now the question is, how can we comprehensively decide what all comes under this category? What all is corrupt? What all is worthless? What all is unfit? ഈ രീതിയിൽ മലിനമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്തത്, ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് നിലവാരത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ വരും എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
How can we comprehensively decide? അത് എങ്ങനെ നമുക്ക് ഒന്ന് രത്നചുരുക്കമായിട്ടൊന്ന് ഇത് ചുരുക്കിയെടുക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് ചിന്തിക്കാം. We could definitely put certain things under certain heads. നമുക്ക് ചില കാര്യങ്ങൾ ചില തലക്കെട്ടിൽ നമുക്ക് എഴുതി ചേർക്കുവാനായിട്ട് കഴിയും. We know, as we mentioned, an example of corrupt communication would be abusive words. ശാപകരമായ വാക്കുകൾ നമ്മൾ ഈ മലിനമാക്കപ്പെട്ട വാക്കുകളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയും. And we can say that as a Christian who professes and holds on to the sanctity of marriage, if somebody is cracking jokes demeaning the institution of marriage or husband-wife relationship, that is a worthless, that is an unworthy communication for a redeemed one to make. വിശുദ്ധ വിവാഹത്തെ ഉയർത്തി കാണിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൻ്റെ മാന്യതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിസ്തുല്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് സ്വീകാര്യമായ കാര്യമല്ല, അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട വാക്കുകളാണ് എന്ന് പറയുവാൻ കഴിയും. If as a Christian I talk about hell in a very light terms, that is an unworthy talk for me as a redeemed one. ഭയാനകമായിരിക്കുന്ന നരകത്തെക്കുറിച്ച് വളരെ നിസ്സാരമായിട്ടാണ് നാം സംസാരിക്കുന്നതെങ്കിൽ അത് നമുക്ക് അയോഗ്യമായിട്ടുള്ള സംസാരമായിട്ട് കണക്കാക്കുവാൻ കഴിയും. When as a Christian I indulge myself in gossiping, when I indulge myself in destructive criticism, that is an unfit talk for me to make. ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നശീകരണ പ്രവണത ഉളവാക്കുന്ന വാക്കുകൾ എന്നിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായാൽ അത് മലിനമാക്കപ്പെട്ട വാക്കുകളിൽ തന്നെ പെടുത്തേണ്ടിയിരിക്കുന്നു. So we could definitely have certain examples of unfit talk or unworthy talk or worthless talk or corrupt talk. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം നാം കേട്ടതുപോലെ മലിനമായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അയോഗ്യമായിരിക്കുന്ന നമുക്ക് യോജിക്കാത്ത രീതിയിലുള്ള വാക്കുകളുടെ ഗണത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ രീതിയിൽ ചില കാര്യങ്ങളെ നാം നിശ്ചയമായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. But to make a comprehensive list is an impossible task. എന്നാൽ ഇതിനെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ഒരു തലക്കെട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വിഷമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. Now if we don't understand what is corrupt or what is unworthy, what is unfit, then how can we put them off from our life? മലിനമാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അയോഗ്യമായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത പദങ്ങൾ നമ്മൾ ഏതെല്ലാമാണ് എന്ന് ഉറപ്പുവരുത്തിയാലേ നമുക്കതിനെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉറപ്പുവരുത്താതെ ആ ഗണത്തിൽപ്പെടുന്ന വാക്കുകളെ കുറിച്ച് നമുക്കൊരു ഉറപ്പില്ലാതെ നാം അതിനെ അങ്ങനെ ഒഴിവാക്കുവാനായിട്ട് കഴിയുന്നതല്ല. Well, if you think about those who handle currency notes, നാം രൂപ അല്ലെങ്കിൽ കറൻസി കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം they are trained to identify a counterfeit not by teaching them all the characteristics of all the counterfeit notes available. കള്ളനോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാത്തരം കള്ളനോട്ടുകളെ കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നു എന്നതുകൊണ്ടല്ല, they are instructed about what are the qualities or characteristics of the real note. നല്ല നോട്ടിൻ്റെ എല്ലാത്തരമായ പ്രത്യേകതകളും അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ കറപ്റ്റ് ആയിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ കള്ളനോട്ടുകൾ എളുപ്പത്തിൽ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. The same way here Paul is not elaborating on all what is a corrupt talk, what is an unfit talk or unworthy talk, but he is talking about what principles should govern our communication. That is his main emphasis here. അതുപോലെ തന്നെ അപ്പസ്തോലൻ ഇവിടെ പറയുന്നത് നമുക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള അയോഗ്യമായ വാക്കുകളുടെ അല്ലെങ്കിൽ പ്രയോഗത്തിൻ്റെ ഒരു ലിസ്റ്റ് അല്ല, പ്രത്യേക നല്ല കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് അപ്പസ്തോലൻ പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ ചീത്തയായവയെ തിരിക്കുവാനായിട്ടുള്ള സാധ്യതകൾ തരുന്നത്. So he is reminding us of the principles that should govern our talk so that we can forsake the old man's talk and put on the new man's talk. നമ്മുടെ വർത്തമാനത്തെ അല്ലെങ്കിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടുന്ന നല്ല കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ മനുഷ്യൻ്റെ പ്രയോഗത്തിലുള്ള ആ ചീത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ അയോഗ്യമായിരിക്കുന്ന വാക്കുകളെ ഉപേക്ഷിക്കുവാനായിട്ട് അപ്പസ്തോലൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. So from 29 and 30 I would like to leave with you 3 checkpoints to ensure that our communication is according to our new identity. 29-30 വാക്യങ്ങളിൽ നിന്ന് നമ്മുടെ ആ പ്രത്യേകതകളെ അല്ലെങ്കിൽ നമ്മുടെ ദൈവമക്കൾ എന്നുള്ള പദവിയെ
നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള 3 കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 checkpoints to ensure our communication is according to the നമ്മുടെ വർത്തമാനം ദൈവവചനപ്രകാരമാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ തക്കവണ്ണമുള്ള 3 കാര്യങ്ങൾ നിങ്ങൾക്ക് 3 പരിശോധന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The first checkpoint has to do with the purpose of our communication. ഒന്നാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നാം പറയുന്ന വാക്കുകളുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യമാണ്. Paul answers it here in the second part of verse 29, but that which is good to the use of edifying. അപ്പോസ്തലൻ അതിനെ പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി എന്ന പ്രയോഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. So the purpose of Christian communication is to edify the hearers. കേൾക്കുന്നവരുടെ ആത്മീക വർധനയാണ് നല്ല ക്രിസ്തീയ വർത്തമാനത്തിന്റെ ഉദ്ദേശമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. The word edify means to build up. ഇവിടെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് അല്ലെങ്കിൽ ആത്മീക വർധനയ്ക്കായിട്ട് എന്ന് പറയുന്നത് പണിയപ്പെടുവാൻ, ക്രിസ്തീയ ജീവിതം പണിയപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്. Edify is a word taken out from the field of construction. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നിന്നാണ് എഡിഫൈയിങ് എന്നുള്ള ആ വാക്ക് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. So in this context it stands for someone who promotes another's Christian wisdom, Christian piety, Christian holiness, Christian joy. മറ്റു ഉള്ളവരുടെ ക്രിസ്തീയ പരിജ്ഞാനം, അതുപോലെ അവരുടെ ദയ, ഭക്തി, അവരുടെ വിശുദ്ധ ജീവിതം, അവരുടെ സന്തോഷം, ഇവയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. So when Paul says we need to use our tongue in a way that will edify the hearer, that means it needs to add value to their Christian life. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് മൂല്യവർദ്ധനയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ടത് എന്ന് അപ്പോസ്തലൻ ഇവിടെ ആത്മീക വർധനയ്ക്കായി എന്നുള്ള പ്രയോഗം കൊണ്ട് നമ്മെ ഉദ്ദേശിപ്പിക്കുന്നു. And this edification should be the purpose of the new man's communication. പുതിയ അല്ലെങ്കിൽ പുതുക്കപ്പെട്ട മനുഷ്യന്റെ ആ വർത്തമാനത്തിന്, ആനുകാലിക വർത്തമാനത്തിന് പ്രയോജനത്തക്ക രീതിയിലാണ് ആത്മീക വർധനയ്ക്കായിട്ട് ഈ വാക്കുകൾ പ്രയോഗിക്കേണ്ടത്. And this edification is what our words should accomplish when we use them. നാം ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, പറയപ്പെടുമ്പോൾ ഈ ആത്മീക വർധന അല്ലെങ്കിൽ എഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നടപ്പാകേണ്ടിയിരിക്കുന്നു. About Job, it is testified in Job chapter 4 verse 4. ജോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. About Job it is written, thy words have upholden him that was falling, and thou hast strengthened the feeble knees. ജോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Thy words have upholden him that was falling. വീഴുന്നവനെ ദൈവത്തിന്റെ വചനം താങ്ങുന്നു എന്ന കാര്യമാണ് അവിടെ. His words. ദൈവത്തിന്റെ വചനം താങ്ങുന്നു എന്ന കാര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. So let us ask ourselves this question. നമുക്ക് ഇങ്ങനെ ഈ ചോദ്യം നമ്മളോട് ചോദിക്കാം. Does our words uphold the falling? നമ്മുടെ വാക്കുകൾ വീഴുന്നവനെ താങ്ങുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന അവസ്ഥയാണോ ഉള്ളത്? Does it build up the hearer? കേൾക്കുന്നവനെ പണിയുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന വാക്കുകളാണോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്? If our words are not unto the edification of one another, then it is worthless communication. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത വാക്കുകളാണ്, വർത്തമാനമാണ് എന്ന് കാണുന്നു. Unfit for us as a child of God to make such a communication. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വർത്തമാനം നമുക്ക് അയോഗ്യമായിട്ടുള്ളതാണ്, ചേരാത്തതാണ് എന്ന് പറയുവാൻ കഴിയും. Just as in the field of construction, various things are used to make a building. ഒരു കെട്ടിടം പണിയുന്നതിന് നിർമ്മാണ മേഖലയിൽ അനേക വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. You make use of brick and cement and sand and so many other things. ഇഷ്ടിക, മണല്, സിമന്റ് മുതലായ വസ്തുക്കൾ അവിടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. The same way, to edify one another, we need to make use of different types of words. അതുപോലെ തന്നെ ആത്മീക വർധനയ്ക്കായിട്ടും പല രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമുക്ക് മനസ്സിലാക്കാം. We need to make use of words of rebuke, words of exhortation, words of doctrine, etc. പലരെയും ശാസിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർക്ക്
ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന ഉപദേശപരമായ വാക്കുകൾ എല്ലാം നമുക്ക് ഈ പ്രയോഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. So more than the words, the motive with which we use our words decides whether we are exhibiting the old man's corrupt communication or not. നമ്മുടെ വാക്കുകൾ More than the words, നാം പറയുന്ന വാക്കുകളല്ല, പ്രത്യേക അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണ് നാം പഴയ മനുഷ്യനിൽ നിന്ന് ഉളവാകുന്ന ആ മലിനമായ വാക്കുകളാണോ പ്രയോഗിക്കുന്നത് അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. So the key question is, why are we saying what we are saying? നാം പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യമായിരിക്കുന്നത്. Is the motive behind our saying the edification of the hearer or something else? നാം പറയുന്ന വാക്കുകൾ കേൾവിക്കാരൻ്റെ ആത്മീയ വർധനയ്ക്കായിട്ടാണോ അതോ മറ്റു വല്ല ഉദ്ദേശത്തോടു കൂടിയാണോ പറയുന്നത് എന്ന കാര്യം നാം ചിന്തിക്കണം. If we are saying good things and we are saying it with a bad motive, it comes under worthless communication. നാം നല്ല കാര്യങ്ങൾ ദുരുദ്ദേശത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ തന്നെ അത് ചീത്തയായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. We can preach gospel with a wrong intention. Even preaching of the gospel can be called unworthy communication, worthless communication. ദൈവവചനം പഠിപ്പിക്കുന്നത് തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ ആ ദൈവവചന പഠിപ്പീര് പോലും നല്ലതായിട്ട് കണക്കാക്കുവാനായിട്ട് കഴിയുന്നതല്ല. Philippians 1:16 and 17 Paul makes mention of such a case. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങളാണ് അപ്പോസ്തലൻ അവിടെ വരച്ചു കാണിക്കുന്നത്. അവിടെ നാം 15-16 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസാക്ഷിയോടെ തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് സ്നേഹത്താൽ ചെയ്യുന്നു. So some were preaching Christ out of envy and strife. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. They were doing it not sincerely, they were doing it to add affliction to Paul's bond. അവർ ഈ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല ചെയ്യുന്നത്, പ്രത്യേക തടവിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലന് കൂടുതൽ കഷ്ടം വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. So my dear brothers and sisters, we need to examine our motives. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, നമ്മുടെ വർത്തമാന കാര്യങ്ങളിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ നാം ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. Why am I saying what I am saying? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായ ശോധന കഴിക്കണം. If it is not unto edification, then it is not a worthy communication to make. ഇത് കേൾവിക്കാരന്റെ ആത്മീയ വർധനയ്ക്കായിട്ട് അല്ല എങ്കിൽ അത് ഒരു ശരിയായ സംഭാഷണ രീതിയല്ല, ശരിയായ വർത്തമാനമല്ല എന്ന് കാണുവാൻ കഴിയണം. Since edification has to do with the motive part, therefore we have to understand that it is between us and God when we are making a conversation or communication. ഈ ആത്മീയ വർധന എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ കാര്യമായിട്ടുള്ള ഇരിക്കുന്നു എന്നത് ദൈവവും നാമുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. Because only God knows the motives. So when I am saying something, it's between me and God basically, because He is examining my motives, why I am saying this. നമ്മുടെ പറയുന്ന കാര്യങ്ങളിലുള്ള ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ പരിശോധിക്കുവാനുള്ള ഒരു അവസരമാണ് നാം ഒരുക്കുന്നത്. So let us check our motives. നമുക്ക് നമ്മുടെ ഹൃദയ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ശോധന ചെയ്യാം. Let us make sure that our motive is to edify one another, not anything else. മറ്റുള്ളവരുടെ ആത്മീയ വർധനയാണ് എൻ്റെ വാക്കുകളുടെ ഉദ്ദേശം എന്ന കാര്യം നമുക്ക് ഉറപ്പുവരുത്താം, മറ്റൊന്നുമല്ല. And we know if the purpose of our communication is edification, then all foul and obscene and indecent and worldly communication has to be left behind. നമ്മുടെ വർത്തമാനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ ആത്മീക വർധനയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ വായിൽ നിന്ന് ആകാത്തതോ അരുതാത്തതോ അല്ലെങ്കിൽ ചീത്തയായതോ പൊട്ടച്ചല്ലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകുകയില്ല. If edification is the goal or motive with which I am speaking, then I cannot indulge myself in gossiping or negative criticism or anything of that sort of talk. ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് യോജിക്കാത്ത യാതൊരു സംസാരവും എന്നിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകാതിരിക്കുന്നത്
മറ്റുള്ളവരുടെ ആത്മീക ലക്ഷ്യം, ആത്മീക വർധന നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയുമ്പോഴാണ്. So our words should encourage one another, edify one another to come more closer to God. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീയ ഉത്സാഹവും ആത്മീയ ഉത്സാഹവും ഉണർവും ഉണ്ടാക്കുന്നതും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഇടയാകുന്നതുമായി തീരട്ടെ. Our words should promote peace amongst the believers. നമ്മുടെ വാക്കുകൾ ക്രിസ്തീയ വിശ്വാസികൾ തമ്മിലുള്ള സമാധാനപരമായിട്ടുള്ള സമാധാന ബന്ധം കെട്ടുറപ്പിക്കപ്പെടുവാനായിട്ട് ഉപയോഗിക്കട്ടെ. Our words should condemn sin and every manifestation of it. പാപത്തെയും പാപത്തിന് വെളിപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ വാക്കുകളെയും ഉപേക്ഷിക്കുന്ന സംസാര രീതി നമുക്കുണ്ടാകട്ടെ. Our words should bring glory to God and to Him alone. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് മഹത്വവും ദൈവനാമത്തിന് മാത്രം മഹത്വവും കരയറ്റുന്നതായി തീരട്ടെ. So the first checkpoint is the purpose of Christian communication. അതുകൊണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനത്തിന്റെ ഉദ്ദേശമാണ്, ഉദ്ദേശ ലക്ഷ്യമാണ്. The second checkpoint I want to leave with you is the manner of Christian communication. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം നമ്മുടെ വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. The way we communicate our words, the manner in which we communicate our words. നാം പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ അതാ മറ്റു സംസാരത്തിൻ്റെ ആത്മീയ വർധനയുടെ മറ്റൊരു ലക്ഷണമാണ്. Verse 29, the last part we read, Paul says that it may minister grace unto the hearers. അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് മലയാളം തർജ്ജമയിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് എന്ന പ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. So the manner of Christian communication is the way of grace. ക്രിസ്തീയ വർത്തമാനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അത് കൃപയുടെ രീതിയാണ്. Grace in context is the manner in which the words of edification is presented before the hearer. ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന വാക്കുകൾ നാം മറ്റുള്ളവരോട് എങ്ങനെ പറയുന്നു, ഏത് രീതിയിൽ ഏത് ടോണിൽ പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് കൃപ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. If the words have to bring grace, then can the manner of our speech be devoid of grace? മറ്റുള്ളവർക്ക് കൃപ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നാം പറയുന്നത് എങ്കിലും കൃപയോടുകൂടി അല്ല നാം പറയുന്നത് എങ്കിൽ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയില്ല. Our gracious words spoken to others can be used by God's Spirit to transform their lives. നമുക്ക് കൃപയാൽ നാം മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് അവർക്ക് ആത്മീയ വർധനയ്ക്കായിട്ട് ഇടയായി തീരുന്നതാണ്. To transform trial into triumph. അവരുടെ പരീക്ഷണങ്ങൾ അവർക്ക് വിജയമായിട്ട് പരിണമിക്കുവാനായിട്ട് ഇടയായി തീരുന്നതാണ്. To transform sorrow to joy. സങ്കടം അവർക്ക് സന്തോഷമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീരുന്നതാണ്. A similar admonition Paul gives in Colossians chapter 4 verse 6. കൊലോസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും ഇതേ രീതിയിലുള്ള ഒരു നിർദ്ദേശം പൗലോസ് അപ്പോസ്തലൻ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. He says, let your speech be always with grace, seasoned with salt. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന്. So the words that we speak ought to become the means by which the grace of God works in the hearer's life. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീയ വർധനയ്ക്കായിട്ട് തീരണമെങ്കിൽ നാം നമ്മുടെ വാക്കുകൾ ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രയോഗിക്കണം. Let us think about our Lord Jesus Christ. നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. What was the testimony that people had to say about him, his words? കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വാക്കുകളെ കുറിച്ച് ലോകജനം പറഞ്ഞ വാക്കുകൾ സാക്ഷ്യം എന്താണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. Let us read Luke chapter 4 verse 22. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ ലാവണ്യ വാക്കുകളെ കുറിച്ചാണ് അവിടെ ജനം പറഞ്ഞത്. In English we read, and all bare him witness and wondered at the gracious words which proceeded out of his mouth. ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു എന്ന് ആണ് അവിടെ പറയുന്നത്. We come across in the scriptures that Jesus Christ exhibited varying emotions at different stages of his ministry. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പലപ്പോഴും ചിലരെ എല്ലാം കർത്താവ് ശാസിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് varying emotions. കർത്താവിന്റെ വാക്കുകൾ പലപ്പോഴും തൻ്റെ
വികാരത്തിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. No, he exhibited various vigara. ഭർത്താവ് വർത്തമാനം പറയുമ്പോൾ പല വികാരങ്ങൾ പ്രകടിപ്പിച്ചതായിട്ട് തന്റെ വർത്തമാനത്തിൽ നമുക്ക് We കാണുവാനായിട്ട് could കഴിയും. see him exuberant, joyful. ചിലപ്പോഴെല്ലാം താൻ അമിത സന്തോഷത്തിലെ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് Certain കാണുവാനായിട്ട് occasions we see him angry. ചിലപ്പോഴെല്ലാം താൻ കോപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Certain occasions we see him sad, crying. ചിലപ്പോഴെല്ലാം താൻ വളരെ ദുഃഖിതനായിട്ട് നിരാശനായിട്ടിരിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് But കഴിയും. irrespective of the varying emotions, one thing we could say is that the speech which proceeded out of his mouth, irrespective of his emotion, was always gracious. തൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മനോഭാവം എന്തായിരുന്നാൽ പോലും കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ എല്ലാം ഇപ്പോഴും ലാവണ്യ വാക്കുകളായിരുന്നു എന്ന് ജനം അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. So let us check our lives. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. In what manner are we communicating? Is it the way of grace or is it something else? നാം മറ്റുള്ളവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതാണോ, അവർക്ക് ആത്മീയ വർധന വരുത്തുന്നതാണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. Corrupt communication or worthless communication has no grace in it. മലിനമാക്കപ്പെട്ട വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒരിക്കലും കൃപ പകരുന്നതല്ല, കൃപയോട് കൂടിയതല്ല. It is full of anger, it is sour, it is harsh, it is anything but gracious. അത് കയ്പും പകയും വിദ്വേഷവും എല്ലാം നിറഞ്ഞതും കൃപയില്ലാത്തതുമാണ് എന്ന് കാണാൻ. Whereas the communication of the new man is full of grace. എന്നാൽ പുതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വർത്തമാനം സംസാര രീതി കൃപ നിറഞ്ഞതാണ് എന്ന് കാണുവാനായിട്ട് കഴിയണം. The new man's mouth is full of gracious words. പുതിയ മനുഷ്യൻ്റെ വായ എന്ന് പറയുന്നത് കൃപയോടുകൂടിയ വാക്കുകൾ നിറഞ്ഞ വായായിട്ട് കാണാം. And those gracious words are spoken in a gracious manner. അങ്ങനെ കൃപയുള്ള വാക്കുകൾ കൃപയോടുകൂടി സംസാരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. How about us? നമ്മെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? Let us ask ourselves this question. നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. Are we using gracious words in a gracious manner or are we using gracious words without grace? നാം പ്രയോഗിക്കുന്ന വാക്കുകൾ കൃപയോട് കൂടിയതാണോ അതോ കൃപ കൂടാതെയുള്ള വാക്കുകളാണോ നാം സംസാരിക്കുന്നത്? As I said, sometimes we will have to make use of words of rebuke, sometimes we will have to make use of words of exhortation, words of doctrine, but every time grace has to be there. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ ശാസിക്കേണ്ടതായിട്ട് അവസരം വരും, ഉപദേശം പറയേണ്ടതായിട്ടുള്ള അവസരം വരും, നമുക്ക് സമാധാനിപ്പിക്കേണ്ടതായിട്ടുള്ള അവസരം വരും. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം നാം പ്രയോഗിക്കുന്ന വാക്കുകൾ കൃപയോട് കൂടിയതാണോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. So the second principle or the second checkpoint we need to keep in mind is the manner of Christian communication. രണ്ടാമത്തെ ശോധന എന്ന് പറയുന്നത് നാം ഏത് രീതിയിലാണ് വർത്തമാനം പറയുന്നത്, മറ്റുള്ളവരോട് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. So the first we said the purpose of Christian communication, second the manner of Christian communication. നാം ആദ്യം ചിന്തിച്ചത് നാം പറയുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്, രണ്ടാമത് നാം ചിന്തിച്ചത് നാം പറയുന്ന വാക്കുകൾ ഏത് രീതിയിലുള്ളതാണ് എന്ന കാര്യമാണ്. The third and final checkpoint I want to leave with you is the end goal of Christian communication. അവസാനമായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വർത്തമാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന കാര്യമാണ്. What should be the end goal of the words proceeding out of our mouth? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളുടെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന കാര്യം നാം ചിന്തിക്കണം. Let us read verse 30. Ephesians 4:30. 30ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. എഫേസ്യർ 4ാം അധ്യായത്തിൻ്റെ 30ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത് എന്ന്. So Paul gives us the end purpose with which we should communicate. അവസാന ലക്ഷ്യത്തെ, ഉദ്ദേശത്തെ അപ്പോസ്തലൻ ഇവിടെ വരച്ചു കാട്ടുകയാണ്. The end goal. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. And grieve not the Holy Spirit of God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. So the end goal of Christian communication is to please the Holy Spirit of God. ആത്യന്തികമായ ക്രിസ്തീയ വർത്തമാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. Corrupt communication devoid of grace, it grieves the Spirit of God. കൃപയോട് കൂടിയതല്ലാത്ത അല്ലെങ്കിൽ കൃപയില്ലാത്ത അയോഗ്യമായിരിക്കുന്ന അശുദ്ധമായിരിക്കുന്ന വർത്തമാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. But edifying gracious talk
pleases the Holy Spirit. ആത്മീക വർധനയ്ക്കായിട്ട് കൃപയാൽ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രസാദകരവുമാണ്. One thing worth a consideration here is, why is Paul only mentioning the third person of the Trinity here? ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രം, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രം പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടുന്ന Why is he not വിഷയമാണ്. saying, and grieve not the Father or grieve not the Son? ഇവിടെ പിതാവാം ദൈവത്തെക്കുറിച്ചോ പുത്രനാം ദൈവത്തെക്കുറിച്ചോ പറയാതിരിക്കുന്നത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചു Why നോക്കാം. is he only saying, grieve not the Holy Spirit of God? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാത്രം ദുഃഖിപ്പിക്കരുത് എന്ന് പറയുവാനായിട്ടുള്ള കാരണം എന്താണ്? The reason for this we could find in one of the many works that the Spirit of God is accomplishing in this age. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. How can we possibly live a holy and overcoming life in this corrupt world? ഈ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ലോകത്ത് വിജയകരമായിട്ടൊരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നമുക്ക് നയിക്കുവാൻ കഴിയും എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയണം. Romans 8:13, Paul, the whole chapter, especially verse 13 of Romans 8, Paul gives us an answer. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയണം. Romans 8:13. But if ye through the Spirit do mortify the deeds of the body, ye shall live, Paul says. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന്. So how can we live a holy life? How can we live an overcoming life? നമുക്ക് എങ്ങനെ വിജയകരമായിട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ വിജയശ്രീ ലാളിതമായ ഒരു ജീവിതം എങ്ങനെ നയിക്കുവാൻ കഴിയും? Paul says, if through the Spirit you mortify the deeds of the body, then you can. ഇവിടെ പറയുന്നത് നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. Through the Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. So Holy Spirit is the one who strengthens us, who guides us, who enables us to live a victorious, overcoming life. ഒരു വിജയകരമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജയലാളിതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. And the Spirit of God is grieved when His work of making us and others holy is hindered by our speech. നമ്മുടെ വർത്തമാനം കൊണ്ട് വിജയകരമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. So the Holy Spirit wants to use us as instruments to encourage one another to live an overcoming life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും മറ്റുള്ളവരെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുവാൻ കഴിയും. But instead of being an instrument to help others to live an overcoming life, if we start presenting stumbling blocks before others through our speech, the Spirit of God is grieved. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ഉപകരണമായിട്ട് എന്നെ തീർക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നാം പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങപ്പെടും. Brothers and sisters, are we sensitive of this fact that through our words we are grieving the Spirit of God? പ്രിയമുള്ളവരെ, നാം ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണോ? നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളാണോ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? When I use harsh words or foul words, I'm not basically grieving the person to whom I am saying that, but more than that, I'm grieving the Holy Spirit of God. ഞാൻ പരുഷമായ വാക്കുകളോ അല്ലെങ്കിൽ കഠിനമായ വാക്കുകളോ പ്രയോഗിക്കുമ്പോൾ ഞാൻ ആർക്ക് നേരെ ആ വാക്കുകൾ പ്രയോഗിക്കുന്നു ആ മനുഷ്യനല്ല, പ്രത്യുത പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് ദുഃഖിപ്പിക്കുന്നത് എന്ന കാര്യം നാം ചിന്തിച്ചിട്ടുണ്ടോ? So it's a big thing for us to consider. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വലിയ സംഗതിയായിട്ട് ഇതിരിക്കുന്നു. Just as when we commit sin, we are not committing it primarily against that person, but against God. The same way, when I use foul language or unworthy communication, I am doing it against the Spirit of God. നാം പാപം ചെയ്യുമ്പോൾ അത് നാം ആർക്കെതിരായിട്ട്, മനുഷ്യനെതിരായിട്ട് ചെയ്യുന്ന പാപങ്ങളാണെങ്കിൽ ആർക്കെതിരായിട്ട് ചെയ്യുന്നു അയാളല്ല ദുഃഖിക്കുന്നത്, പ്രത്യുത സ്വർഗത്തിലെ ദൈവം തന്നെയാണ് നമ്മുടെ പാപത്തിൻ്റെ ആ ദുഃഖം ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആകാത്ത വാക്കുകൾ, അരുതാത്ത പ്രയോഗങ്ങൾ
ആ കേൾക്കുന്ന മനുഷ്യനെയല്ല, പ്രത്യേക സ്വർഗത്തിലെ പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് ദുഃഖിപ്പിക്കുന്നത് എന്ന കാര്യം നാം അറിയേണ്ടിയിരിക്കുന്നു. So let us be very careful about the words that are coming out of our mouth. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ സംബന്ധിച്ചിടത്തോളം, ഓരോ വാക്കുകളെ സംബന്ധിച്ചിടത്തോളവും നാം വളരെ ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Another reason Paul gives us why we should not grieve the Spirit of God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാനുള്ള മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, Verse 30, the second part, Paul says, whereby ye are sealed unto the day of redemption. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത് എന്ന്. In other words, Paul is kind of saying, how dare we grieve the Holy Spirit who himself secures our salvation. നമ്മെ നിത്യരക്ഷയ്ക്കായിട്ട് ഉറപ്പും ധൈര്യവും തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ തന്നെ നാം ദുഃഖിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രയോഗിക്കുന്നത്. We know that if somebody helps us in a big way, we will always try to please that person. നമ്മെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ മനുഷ്യനെ എപ്പോഴും നമുക്ക് എപ്പോഴും വളരെ രീതിയിൽ ബഹുമാനിക്കുന്നു എന്ന് കാണാൻ കഴിയും. So how much more we should please the Holy Spirit who is securing our salvation till the day of redemption. ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ നമ്മുടെ വീണ്ടെടുപ്പ് നാളിൽ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ രക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം എത്രയധികം പ്രസാദിപ്പിക്കണം എന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. How much more conscious we ought to be to please the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നാം എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നവരായിരിക്കണം. So let us be careful with our words. നമ്മുടെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ നാം മനഃപൂർവ്വമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടിയിരിക്കുന്നു. Let us not be very eager to talk. വർത്തമാനം പറയുന്ന കാര്യത്തിൽ നാം വളരെ ധൃതിയുള്ളവരായി തീരരുത്. Let us be slow to speak, as James says. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ നാം കേൾക്കുവാൻ ധൃതിയും പറവാൻ സാവധാനതയും ഉള്ളവരായി തീരേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം. Let us be very careful with the selection of our words. നമ്മുടെ വാക്കുകൾ, നാം പ്രയോഗിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് വളരെ ശ്രദ്ധ ഉള്ളവരായിട്ട് തീരാം. Let us be very careful about the way we are speaking those words. മറ്റുള്ളവരോട് നാം സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം കൂടുതൽ ബോധവാന്മാരായി തീർന്നു. Let us ask ourselves this question constantly: will the Spirit of God be pleased by what I am saying? നമ്മുടെ ഹൃദയത്തോട് നമുക്ക് നിരന്തരമായിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, ഞാൻ പറയുന്ന വാക്കുകൾ സ്വർഗത്തിലെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നതാണോ, പരിശുദ്ധാത്മാവ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ എന്ന്. So let us keep in mind these three checkpoints. ഈ 3 പരിശോധന മേഖലകൾ നമുക്ക് ചിന്തിക്കാം. What is the motive of my talk, communication? എൻ്റെ വർത്തമാനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? What is the manner of my communication? ഞാൻ എൻ്റെ വാക്കുകൾ പ്രയോഗിക്കുന്നത് ഏത് രീതിയിലാണ്? What is the end goal of my communication? എൻ്റെ വർത്തമാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? Everything that fails to clear this checklist comes under the category of worthless communication. ഈ 3 പരിശോധനാ രീതിയിലും പരാജയപ്പെടുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നാം ആദ്യം ചിന്തിച്ചതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വാക്കുകളല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മലിനമാക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ് എന്ന് ചിന്തിക്കാം. So let us get rid of all those talk. ഇങ്ങനെയുള്ള മലിനമായ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് ഏത് വിധേനയും എല്ലാ രീതിയിലും ഒഴിഞ്ഞു നിൽക്കാം. Finally, I would like to end by reading a verse from Matthew, Gospel according to Matthew, chapter 12, verses 36 and 37. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ഉം 37 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് 12:36. നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്ന്. So every idle word that men shall speak, they shall give account thereof in the day of judgment. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. Brothers and sisters, if we are not careful today, one day we will struggle.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നാം ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരല്ല എങ്കിൽ നാം ദുഃഖിക്കേണ്ടുന്ന ഒരു ദിവസം വരും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. So let us put off from us every trace of the old man's communication. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പഴയ മനുഷ്യൻ്റെതായ മലിനമാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സംസാര രീതികളും നമ്മിൽ നിന്ന് ഒഴിവാക്കാം, അവയിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാം. Let us put on the communication of the new man. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ മനുഷ്യൻ നമ്മിൽ ആയിരിക്കുന്ന പുതിയ മനുഷ്യൻ്റെ വാക്കുകൾ പറയുവാനായിട്ട് നമുക്ക് ശ്രദ്ധ വയ്ക്കാം. Edifying words, ആത്മീക വർധനയ്ക്ക് പ്രയോജനപ്പെടുന്ന വാക്കുകൾ, gracious words, കൃപയോടുകൂടിയ വാക്കുകൾ, words to please the Spirit of God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏറ്റവും പ്രസാദിപ്പിക്കുന്ന വാക്കുകൾ. May the name of our Lord be glorified. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.